കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിന്റെ ഭാഗമായി SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ ഒരു പിന്തുടർച്ച എന്നോണം പല കോളേജുകളിലും സംഘർഷമുണ്ടായി. ഇപ്പോൾ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് പാലക്കാട് ആലത്തൂർ SN കോളേജ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 3-ന് KSU പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിൽ 2 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച SFI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ മതിൽ ചാടിയെത്തി പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കോളേജ് കൗൺസിൽ യോഗം കോളേജ് തൽക്കാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചത്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട് ഗൂഗിൾ ഇത് ഒരു സോണൽ കലോത്സവത്തിൽ നിന്ന് അങ്ങ് തുടങ്ങിയതാണ്. അത് പിന്നെ ഇങ്ങനെ പടർന്ന് പിടിച്ച് ഓരോ ക്യാമ്പസിലും സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. സമാധാനത്തോടെ പോരുന്ന ക്യാമ്പസുകളെല്ലാം ഇപ്പോൾ അടിയും പിടിയുമായി മാറി. എന്താണ് അവിടെ സംഭവിച്ചത്? എത്ര ദിവസത്തേക്കാണ് കോളേജ് അടച്ചിരുന്നത്? അനിശ്ചിതകാലത്തേക്കാണ് കോളേജ് അടച്ചിട്ടുള്ളത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കോളേജ് തുറക്കില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പാൾ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. അതായത് വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് ഈ കുറച്ചു നാളെ ആലത്തൂർ കോളേജിൽ ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. KSU പ്രവർത്തകരെ ആക്രമിച്ച 2 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് SFI അവിടേക്ക് ഒരു മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനിടയിലാണ് പോലീസ് തടയുകയും എന്നാൽ SFI പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ഈ പ്രദേശത്തേക്ക് എത്തുകയും ഉണ്ടായി. പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയും ചെയ്തു. തുടർന്നൊരു സംഘർഷം നിറഞ്ഞ സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തെ തുടർന്നാണ് ഇപ്പോൾ കോളേജ് നിർത്തിവെക്കാൻ അല്ലെങ്കിൽ കോളേജ് താൽക്കാലികമായി അടച്ചിടാൻ പ്രിൻസിപ്പാൾ തീരുമാനിച്ചത്. പ്രിൻസിപ്പാൾ യോഗം ചേർന്നതിന് ശേഷം കൗൺസിൽ കൂടിയ ശേഷം പാലക്കാട് ആലത്തൂർ SN കോളേജിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്.